അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചെറിയ ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. തണുത്ത പാലെടുക്കല്, നമ്മൾ തിളപ്പിച്ച് ചെറിയ ചൂടുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയൊരു മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി അധികം ഇട്ട് കൊടുക്കാം. പഞ്ചസാരയെല്ലാം ഒന്ന് അലിഞ്ഞ് വരട്ടെ. പഞ്ചസാരയെല്ലാം പാലുമായിട്ട് ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ആണ്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ചെറിയ ചൂടുള്ള പാലിൽ വേണം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ആക്റ്റീവായി കിട്ടില്ല. പാലിലേക്ക് ഡ്രൈ ഈസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം മൂടി വയ്ക്കുക. ഈസ്റ്റ് ആക്റ്റീവായിട്ട് മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് വാങ്ങുന്ന സമയത്ത് പഴകിയ ഈസ്റ്റ് ഒന്നും വാങ്ങരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം ഈസ്റ്റ് വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈസ്റ്റ് ആക്റ്റീവായി കിട്ടില്ല. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആക്റ്റീവായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പം കൂടി പോരുത്, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടർ മെൽറ്റ് ചെയ്ത് അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രിഡ്ജിലാണ് ബട്ടർ വെച്ചിരിക്കുന്നത്. അപ്പം ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടർ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ചൂട് മാറിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന മൈദയ്ക്കനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 മിനിറ്റെങ്കിൽ നല്ല മാവ് സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കണം. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല, പക്ഷേ മാവ് നല്ല സോഫ്റ്റും ആയിരിക്കണം. അപ്പോൾ മാവ് ദാ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബൗളിൽ വെച്ച് കൊടുക്കുക. വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ കവർ ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ എന്താ ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ടവൽ വെച്ച് മൂടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഈ മാവ് പൊങ്ങി കിട്ടും. ഇപ്പം ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസ്റ്റ് ആക്റ്റീവായി മാവ് പൊങ്ങി കിട്ടും. കുറച്ച് തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ എടുക്കും. ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മാവ് പൊങ്ങി കിട്ടും. ഈസ്റ്റും നല്ല ഫ്രഷ് ആയിരിക്കണം, എന്നാൽ മാത്രമേ മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പം മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, മാവ് നല്ലോണം എന്താ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ക്ലിംഗ് റാപ്പ് എടുത്ത് നമുക്ക് മാറ്റാം. ഇനി ഇത് ഈ ബൗളിൽ നിന്ന് കൗണ്ടർ ടോപ്പിലേക്ക് എടുക്കാം ഈ മാവ്. ഇപ്പോൾ മാവ് ഇതാ കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഒരു ഭാഗം നമുക്ക് മൂടി വെക്കാം. ഇനി ഇതൊന്നുകൂടി ഇതുപോലെ ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉരുട്ടിയെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലാണ് മാവ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒരു ഭാഗം നമ്മൾ മുറിച്ച മാവ് ഇതാ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും പീസുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് മൂടി മാറ്റി വെക്കാം. മുറിച്ച മാവ് മാറ്റി വെച്ചില്ലേ, അതാണ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒട്ട് കുഴക്കൊന്നും വേണ്ട, ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. രണ്ട് സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ലെവൽ ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതാ രണ്ടാമത്തെ മാവും നമ്മളിതാ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇനി ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിൽ 2-3 അടുപ്പിച്ചിട്ട് വെച്ച് അങ്ങനെ എടുത്താലും മതി. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ്, ആദ്യം നമ്മൾ ഉരുട്ടി വെച്ചില്ലേ ആ മാവാണ് ഈ സ്റ്റിക്കിലോട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മെല്ലെ ഒന്ന് കയറ്റാം. അത് അടുത്തത് ഇതുപോലെ തന്നെ മെല്ലെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ മൂന്നാമത്തതും ഞാനിപ്പോൾ ഒരു 4 വെച്ച് കൊടുക്കുന്നത്. അടുത്തതും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം ഇതുപോലെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇനി കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. കുറച്ച് വിതറി കൊടുത്താൽ മതി. നമ്മളിതുപോലെ റെഡിയാക്കി വെച്ചത് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് അകത്തി വേണം ഇത് വെക്കാനായിട്ട്. നമ്മളിത് വെക്കുമ്പോഴത്തേക്കേ കുറച്ച് അകത്തി വേണം വെക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം, ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വീർത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും റെസ്റ്റ് ചെയ്യാൻ മാവ് വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ കുറച്ചും കൂടെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എണ്ണ അങ്ങ് ഒരുപാട് ചൂടാവാൻ പാടില്ല. ഒരു മീഡിയം ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ശേഷം നല്ലൊരു ഗോൾഡൻ നിറാവട്ടെ. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫില്ലിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓയിലിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എളുപ്പത്തിൽ പണി കഴിയും. അപ്പം ഇതാ ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. എന്താ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവണം. രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും നമുക്കിതുപോലെ കോരി മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇതിൻ്റെ പുറത്ത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കഴിക്കാൻ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് പഞ്ചസാര പൊടിച്ച് ഇതാ ഇതുപോലെ അരിപ്പയിലിട്ട് ഒന്ന് അരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ്. സിമ്പിളാണ്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ചേരുവകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നല്ല ചൂടാണ്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളൊക്കെ വെന്ത് അടിപൊളിയായിട്ട് ഇതായിരിപ്പുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്